ഹരേ കൃഷ്ണ. ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. നമ്മളുടെ നാരായണീയ പഠനത്തിൻ്റെ 3-ാമത്തെ ദശകത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 3-ാമത്തെ ദശകം എന്ന് പറയുന്നത് ഭക്തി പ്രാർത്ഥനയാണ്. അതിലെ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്: പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം എങ്ങനെയാണെന്ന് നോക്കാം. പഠന്തഃ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തഃ രൂപം തേ വരദ. വരദ കഴിഞ്ഞിട്ട് സംബോധനാ രൂപമുണ്ട്. കഥയന്തഃ ഗുണകഥാഃ ചരന്തഃ യേ ഭക്താഃ പ്ലസ് തുയ് ഖലു രമന്തെ പരം പ്ലസ് അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി നമുക്ക് പദച്ഛേദം നോക്കാം. പ്രമദഭരൗ സിന്ധൗ, പ്രമദ ഭര സിന്ധൗ. ഗുണകഥാഃ, ഗുണകഥാഃ. സമധിഗത സർവാഭിലഷിതാൻ, സമധിഗത സർവ അഭിലഷിതാൻ. പദച്ഛേദവും കഴിഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം അന്വയാർത്ഥത്തിൽ കൂടി നമുക്ക് പിന്നീട് സാമാന്യാർത്ഥം നോക്കാം. ഇവിടെ വരദ എന്നുള്ളത് സംബോധനാ രൂപം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ഭക്തരുടെ അഭീഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ, വരങ്ങളെയൊക്കെ കൊടുക്കുന്ന ഗുരുവായൂരപ്പ എന്ന് സംബോധന ചെയ്യുകയാണ്. തേ നാമാനി പഠന്തഃ രൂപം സ്മരന്തഃ ഗുണകഥാഃ കഥയന്തഃ. നിന്തിരുവടിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും തേ നാമാനി പഠന്തഃ രൂപം സ്മരന്തഃ ആ സ്വരൂപം സ്മരിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഗുണകഥാഃ കഥയന്തഃ ഭഗവാന്റെ ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പ്രമദഭരൗ സിന്ധൗ നിപതിതാഃ ചരന്തഃ ഏ ഭക്ത. പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന ഏതു ഭക്തന്മാരാണോ ത്വയി ഖലു രമന്തേ നിന്തിരുവടിയിൽ തന്നെ രമിച്ചു കൊണ്ടിരിക്കുന്നത് അമൂൻ പരം അഹം അവരെ മാത്രമേ ഞാൻ, അതായത് ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് ഭട്ടതിരിപ്പാട്, സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ, ധന്യാൻ മന്യേ, അതായത് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായി വിചാരിക്കുന്നുള്ളൂ. അതായത് ഇതിൻ്റെ അർത്ഥം സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലയോ അഭീഷ്ടപ്രദനായ ഭഗവാനെ, അവിടുത്തെ തിരുനാമങ്ങൾ ചൊല്ലിക്കൊണ്ടും അവിടുത്തെ രൂപം സ്മരിച്ചുകൊണ്ടും അവിടുത്തെ ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും പരമാനന്ദ സമുദ്രത്തിൽ ആറാടുന്ന ഏതു ഭക്തന്മാരാണോ നിന്തിരുവടിയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ മാത്രമേ സർവാഭിലാഷങ്ങളും നേടിയ പുണ്യാത്മാക്കളായി ഞാൻ കരുതുന്നുള്ളൂ. അതായത് ഭട്ടതിരിപ്പാട് അങ്ങനെയുള്ളവരെ മാത്രമേ പുണ്യാത്മാക്കളായി കരുതുന്നുള്ളൂ എന്നാണ് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കിയത്. ഹരേ കൃഷ്ണ.